ആ രമേശ, നിന്നെ കാത്തിരിക്കായിരുന്നു ഞങ്ങള് കത്തി വെക്കാൻ. എന്റെ രമേശ, നിന്റെ കല്യാണം മാത്രം എന്താ നടക്കാത്തത്? പെണ്ണും പിടക്കോഴിയുള്ള ഞങ്ങൾ ഇവിടെ നേരത്തെ എത്തി. ഇതൊന്നുമില്ലാത്ത നീ എന്തിനങ്ങനെ വൈകണത്? ഓ, നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോ തന്നെ എന്റെ ശവത്ത് കുത്തല്ലേ? വെറുതെ ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല. അതെന്താ കൊച്ചിനേട്ട അങ്ങനെ? ഞാൻ ഗണിച്ചു പറഞ്ഞതല്ലേ ഇവന്റെ കല്യാണം അടുത്ത വൃശ്ചികത്തിലേക്ക് നടക്കുള്ളൂന്ന്. എനിക്ക് കൊച്ചുണ്ണിയേട്ടന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസല്ലെങ്കിൽ വേണ്ട. മോനെ, നല്ല ലക്ഷണം കാണുന്നുണ്ടല്ലോ. കൈ നോക്കട്ടെ കുറത്തി, ഇങ്ങോട്ട് വാ. രമേശ, ഒരു കുറത്തിയല്ലേ കൈ നോക്കാൻ വിളിക്കുന്നേ? എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. നീയൊന്ന് നോക്ക്, നിന്റെ ഭാവി അറിയാലോ. ഇപ്പൊ നടന്നു തന്നെ. ചേച്ചി, നമ്മുടെ രമേശന്റെ കൈ ഒന്ന് നോക്കൂ. അതിനെന്താ നോക്കാലോ. മകനെ, കൈ ഒന്ന് കാണിക്കൂ. മകനെ, മകന്റെ പേരെന്താ? രമേശൻ. നാളെന്താ? തിരുവാതിര. ആ, പരമശിവന്റെ നാളാണല്ലോ മകനെ. മകന്റെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല, അത് രേഖയിൽ കാണുന്നുണ്ട്. മകന് ജോലിയും കൂലിയും ഒന്നും ആയിട്ടില്ലല്ലോ. ശരിയാണ്, ജോലിയും കൂലിയൊന്നും ഇല്ല. ഇവൻ നാട്ടിൽ തെണ്ടി കിടക്കുന്ന വിവരം എങ്ങനെ ഇവരറിഞ്ഞത്? നീ ഒരു പെണ്ണിനെ ഉടനെ കാണും. അവളോട് നിനക്ക് ഇഷ്ടം തോന്നും. അവളോട് നീ പറഞ്ഞാൽ കല്യാണം ഉടനെ നടക്കും. ശരിക്കും നടക്കുവോ? നടക്കും മകനെ. അമ്മയ്ക്ക് ദക്ഷിണ വെക്കേ. 10 രൂപയോ? 100 ഞാൻ തരാ, ഇവന്റെ കല്യാണം കഴിഞ്ഞാ മതി. ചേട്ടാ, കിഷോർ സാറിന്റെ വീട് എവിടെയാ? ഈ വഴിക്ക് അങ്ങോട്ട് പൊക്കോളൂ, 4ാമത്തെ വീടാ. ആ ശരി. രമേശ, നിനക്ക് ആ കുട്ടീനെ ഇഷ്ടായ? നല്ല കുട്ടി, എനിക്ക് ഇഷ്ടായി. അല്ല രമേശ, നമ്മുടെ കൈനോട്ടക്കാരി പറഞ്ഞതേ നിനക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ട് അത് പറഞ്ഞാൽ ഉടനെ കല്യാണം നടക്കുന്നല്ലേ? വേഗം പോയിട്ട് ആ കുട്ടിയോട് പറയും. ഇപ്പൊ ഞാൻ പോയിട്ട് പറയാം. ഹലോ, എന്തേ? കുട്ടീനെനിക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛനെ വീട്ടിലേക്ക് കൊടുത്തേ. ആണോ? പക്ഷെ എനിക്ക് എന്റെ ഭർത്താവിനോട് അനുവാദം ചോദിക്കേണ്ടി വരും. പിന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 2 കുട്ടികളെയും കിട്ടും. ഇനി അച്ഛനെ വീട്ടിലേക്ക് വിടണോ? ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ. അടി കിട്ടാഞ്ഞ ഭാഗ്യം. ഞാൻ പോരാ. ഇവന്മാരുടെ വർത്താനം കേട്ടിട്ട് നീ അല്ലാണ്ട് പോവോ? നിങ്ങളല്ലേ ഇപ്പൊ കല്യാണം നടക്കുന്നു പറഞ്ഞത്? അതെ. ഇപ്പൊ പോയ പെണ്ണിനോടെ രമേശൻ ചെന്നിട്ട് ഇഷ്ടാന്ന് പറഞ്ഞു. തല്ല് കിട്ടാഞ്ഞ് ഭാഗ്യം. ഞാൻ പറഞ്ഞു അവനോട് ഇപ്പൊ തന്നെ പോയിട്ട് പറയാൻ. അതൊന്നും എനിക്കറിയില്ല. അവനൊരു പെണ്ണിനെ കണ്ടപ്പോ ആക്രാന്തം വന്നു. അതെന്റെ കുറ്റ? അവന് ഭ്രാന്താ.